ഹലോ, വന്നു ഞാൻ. അപ്പൊ എന്നോട് കുറെ നാളായിട്ട് കുറെ വീഡിയോസിലില്ല, സോറി, കുറെ റിക്വസ്റ്റ് വരാറുണ്ട്. എന്റെ മേക്കപ്പ് കളക്ഷൻ കാണിക്കാവോ, എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാവോ, നോട്ട് ദ പോയിന്റ്. അത് ഞാൻ ഉടനെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഈയിടെ കൂടെ ആരാണ്ടൊക്കെ എനിക്ക് കമന്റ് ഇട്ടു, അത് മാത്രം എന്താ ലിറ്റി കാണിക്കാത്തതെന്ന്. അത് ഞാൻ കാണിക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഞാൻ കാണിക്കാം. അതൊക്കെ കാണിച്ച അഹങ്കാരമായി പോവോ എന്ന് വിചാരിച്ച് കാണിക്കാതിരുന്ന. പക്ഷേ ഈയിടെ ഒരേ ഒരാളുടെ അടുത്ത് പോലും കേട്ടോ. പക്ഷെ അത് ആരാ കമന്റ് എനിക്ക് പിൻ ചെയ്യാൻ ഞാൻ ഓൾറെഡി ഇന്ന് റിപ്ലൈ കൊടുത്തോണ്ട് കാണുന്നില്ല. ആ കമന്റ് ചോദിച്ചാൽ ഇതിനിടയിലൂടെ കമന്റ് ഇട്ടോണം, ലിറ്റിയുടെ നോ സ്പിൻ കളക്ഷൻ ഒന്ന് കാണിക്കാവോന്ന്. ഏത്? ഇത് എന്റെ നോ സ്പിൻ കളക്ഷൻ. അന്ന് ഞാൻ കുറിച്ചു വെച്ചാ വേറെ ഒന്നും കാണിച്ചില്ലേലും എന്റെ നോ സ്പിൻ കളക്ഷൻ കാണിക്കാവുന്ന. അപ്പോ എന്റെ നോ സ്പിൻ കളക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കാണിക്കൂ, എന്റെ ആഡംബര ജീവിതം കാണിക്കൂ. കണ്ടോ? അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം കാണുമ്പോ നിങ്ങൾ വിചാരിക്കും എന്നെ അഹങ്കാരമായി, എനിക്ക് പൊങ്ങച്ചം കാണിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ. പക്ഷെ അല്ല, നിങ്ങൾ ചോദിച്ചു, ഞാൻ കാണിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതിന് പൊങ്ങച്ചോ എന്ന് നിങ്ങൾ വിളിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇത്രയും നോസ്പിൻ കളക്ഷൻ കേരളത്തിൽ ഒരു സെലിബ്രിറ്റീസിന്റെ കൈ പോലും കാണുകയില്ല. ഒരു സിനിമാ നടിമാരുടെ കയ്യിലോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ കയ്യിലോ അല്ലെങ്കിൽ എന്തുവാ ഒരാളുടെ കയ്യിലും, അതല്ലെങ്കിൽ നോസ്പിന്നോട് ഭയങ്കര ക്രൈസ് ഉള്ള ആൾക്കാരില്ലേ, അവരുടെ പോലും ഇത്രയും കളക്ഷൻസ് കാണുകയില്ല. ഇത്രയും കളക്ഷൻസ് എന്റെ കയ്യിലുള്ള അത്രയും കളക്ഷൻ. ഓക്കെ, ജസ്റ്റ് എന്തിനാ അതിനകത്തോട്ട് സൂം ചെയ്യുന്നത്? എന്നെ സൂം ചെയ്ത് ക്യാമറമാൻ ജസ്റ്റ് കേട്ടോ. ജസ്റ്റ് ഉണ്ടോ ലിറ്റി ഇങ്ങനത്തെ പൊങ്ങച്ച വീഡിയോ ഒന്നും ചെയ്യാൻ നിനക്ക് നാണമില്ലേ എന്ന് സാധാരണ ചോദിക്കുന്നതാ. പക്ഷെ ഇന്ന് ജസ്റ്റ് ചോദിച്ചില്ല, എന്നാന്ന് എനിക്കറിയില്ല. എനിവേ ജസ്റ്റിക്ക് അറിയാൻ തോന്നുന്നു, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് ലിറ്റി ജസ്റ്റിൻ. ഞാൻ അബുദാബിയിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ഒരു പാവം വ്ളോഗർ കം യൂട്യൂബർ കം നേഴ്സ് കം വീട്ടമ്മ കം ഓൾ കം 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 അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ നമ്മുടെ നോസ്പിൻ ടൂറിലേക്ക് പോയാലോ? വാ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്റെ നോസ്പിൻ കളക്ഷൻ. അപ്പൊ ഇത്രയും നോസ്പിൻ കളക്ഷൻ ഉള്ള ഒരാള് UAE നിന്നല്ല, അബുദാബിയിൽ നിന്നല്ല, അമേരിക്കയിൽ നിന്നല്ല, അതല്ല ഇത്രയും കളക്ഷനുള്ള വേറെ ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടല്ലോ. എന്റെ ഈ നോസ്പിൻ കളക്ഷനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം വീഡിയോ നമ്മുടെ നോസ്പിൻ കളക്ഷനിലേക്ക്. അതിനു മുമ്പ് ഇനി എന്റെ നോസ്പിൻ കളക്ഷൻ കാണിക്കാം. അപ്പൊ ഇതിൽ ഏത് ഞാൻ ആദ്യം കാണിക്കും? ഏത് കാണിക്കും ജസ്റ്റ് പറ. ഏത് കാണിക്കും ഞാൻ? എന്റെ മുഖം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിൽ ഏത് നോസ്പിൻ കളക്ഷനാണ് ഞാൻ ആദ്യം കാണിക്കേണ്ടത്? നിങ്ങൾ പറ, ഇതിൽ ഏത് വേണം? ഏത് നോസ്പിൻ? ഇതെല്ലാം നോസ്പിൻ കളക്ഷൻ. ഇതൊന്നും അല്ലായിരുന്നു, കുറെ കൂടെ ഉണ്ടായിരുന്നു. ഇത് എന്തില്ല നോസ്പിൻ തന്നെ ഉണ്ട്. കിളിങ്ങല്ലേ ഇതുണ്ടോ? ആ ചോദിക്കാം. കിളിങ്ങുന്ന ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇത് സെപ്പറേറ്റ് വെക്കുവാണ്. അയ്യോ എനിക്ക് മേല. അപ്പൊ പിന്നെ നിങ്ങൾ ഓർക്കും അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ ഞാൻ നിൽക്കുവാന്ന്. അതുകൊണ്ടാണ് കിളിക്കുന്നുണ്ടോ? എത്ര പവനാന്നറിയോ? പവനൊന്നും ഇല്ല കേട്ടോ, പക്ഷെ കുറെ ഉണ്ട്. ഇനി ഞാൻ അധികം പറഞ്ഞ് ചളവാക്കുന്നില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്റെ നോസ്പിൻ ടൂറിലേക്ക്, പല ടൂർ കണ്ടിട്ടാണ് നോസ്പിൻ കളക്ഷന്റെ അപൂർവ ശേഖരങ്ങളിലേക്ക് സ്വാഗതം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോ കാണിച്ചു കഴിയുമ്പോ ഈ വീഡിയോ എയറിൽ പോയി കഴിയുമ്പോ ഇത് എവിടെ മാറ്റും എന്നുള്ള പ്രശ്നം. ഇത്രയും നോസ്പിൻ കളക്ഷൻ എല്ലാം ഗോൾഡ് തന്നെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടേ ഇനിയിപ്പം ഞാൻ ലോക്കറിലാണ് വെക്കുന്നത്. വേണേ പാസ്വേഡ് ഞാൻ പറയില്ല. ഇപ്പൊ ഇവിടുന്ന് മാറ്റണം ജസ്റ്റ്, പ്രശ്നം വരും. ഇത്ര കളക്ഷൻ ഒക്കെ ഉള്ളതല്ലേ. ഓക്കെ, അപ്പൊ ഏതാദ്യം തുടങ്ങുന്ന എനിക്കറിയാൻ മേല. അത്തള പിത്തള തവള ചീ മറിയം വന്ന് വിളക്കൂതി ഭൂം ഭൂം അത് വേണ്ട. 1 2 3 4 5 6 അത് നിങ്ങൾ കേട്ടതാ. പിന്നെ വെറൈറ്റിയുടെ നമ്മൾ എങ്ങനെ രജിസ്റ്റർ വെക്കുന്നേ? ഇത്ര ഏതാദ്യം കാണിക്കുന്നേ? 1 2 3 4 5 6 1 2 3 4 5 6 കള്ളന്മാർ പഞ്ചാര നക്കിട്ട് ഓടിയ സമയം ചാക്കിട്ട് പിടുത്തം അല്ലി സല്ലി വാച്ച് അച്ഛൻ എന്നൊരു സൈസ് പിപി മേരി 8 8 പൊക്കം പൊക്കോണം. ഇത് അപ്പൊ നമ്മൾ കാണിച്ചാലോ? ഇതെടുക്കാം. ആദ്യം ഇതിനകത്ത് ഏതാന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. അപ്പോ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് നോസ്പിൻ കളക്ഷനിലെ ഏറ്റവും ഫേവറേറ്റ് ഇതാ കേട്ടോ. ഈ ഒരു നോസ്പിൻ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഡയമണ്ട് ആണ്. നമ്മുടെ ജോയ് ആലുക്കാസിൽ നിന്ന് വായിച്ചത്. പെയ്ഡ് പ്രൊമോഷൻ ഒന്നും കേട്ടോ, അതിന് മുമ്പ് ഞാൻ പറഞ്ഞേക്കാം. ഡയമണ്ട് നോസ്പിൻ ആണ്. ഇങ്ങനത്തെ റിംഗ് ടൈപ്പ്. സുഹൃത്തുക്കൾ കാണത്തില്ല, കാണാവോ?
അല്ല ഇവിടെ വെക്കാം. ഈ ഒരു സാധനം ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ നോസ്പിൻ ജസ്റ്റ് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചത്, അല്ലെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതെന്നാണ് ഈ നോസ്പിൻ. ഇനി അടുത്ത നോസ്പിൻ കാണിക്കാൻ സുഹൃത്തുക്കളെ, എനിക്ക് വേറെ നോസ്പിൻ ഇല്ല. പിന്നെ ഇത് മൂക്കിന്റെ ഓട്ടകളായിരിക്കാൻ വെച്ചേക്കുന്ന ഈ ഒരു സാധനം. ക്യാമറ കൂലിങ് നീ ചിരിച്ച കേട്ടല്ലോ. ഓരോരുത്തരുടെ പച്ചമണത്തി പറഞ്ഞ കുത്തിക്കഴപ്പ് കാരണം ഞാൻ വായിച്ച് എന്റെ മൂക്കിന് തുളയിട്ടതാ. ഞാൻ എന്റെ മാത്രം അഭിപ്രായം കേൾക്കാതെ വല്ലവന്റെ അഭിപ്രായം, വല്ലവൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ്, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും വീഡിയോ പറയും, നമുക്ക് ശരിയെന്ന് തോന്നേ ചെയ്യാവുള്ളെന്ന്. ജസ്റ്റിയുടെ ഇഷ്ടപ്രകാരം ഞാൻ കാണിച്ച ഒരു കുരുത്തക്കേടാണ് എൻ്റെ ഈ മൂക്ക് കുത്തിയത്. എനിക്ക് ഇഷ്ടമില്ല അവിടെ ഇവിടെ എല്ലാം കുത്തുന്നതും മൂക്ക് കുത്തുന്നൊന്നും. പക്ഷെ എൻ്റെ കെട്ടിയോൻ എന്ന് പറയുന്ന കശ്മലന് ഞാൻ മൂക്ക് കുത്തണം എന്ന് പറഞ്ഞിട്ട് മൂക്ക് കുത്തി. അങ്ങനെ കുത്തി ആദ്യമായിട്ട് വാങ്ങിച്ചത് നോസ്പിൻ ചെയ്ത്. പിന്നെ ആ മഹാഭാവി കഴിഞ്ഞ ഈ ബർത്ത്ഡേക്ക് ഒരെണ്ണം ഇവിടെ വാങ്ങിച്ചു തന്നു, ഈ ഒരെണ്ണം. അങ്ങനെ ഇതും മാത്രമേ ഉള്ളൂ. ഈ കാണുന്നൊന്നും എൻ്റെ നോസ്പിന്നുകളേ അല്ല. നിങ്ങൾ വിചാരിക്കണ്ട. എൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണുമല്ലേ എനിക്ക് ജോയാലുക്കാസിന്റെ മകളെക്കാളും കളക്ഷൻ ഉണ്ടെന്നോ, അല്ലെ ഭീമ ജ്വല്ലറി ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ നടത്തുന്നുണ്ടെന്നോ. വീട്ടിന്റെ പേരിനോട് ആലപ്പാട്ടെന്നുള്ളതല്ലാതെ ഒരു കുന്തോ ഇല്ല. ഇതുണ്ടോ വീട്ടുപേരിനോട് ആരാ ആലപ്പാട്ടില്ലേ? ലിറ്റി തോമസ് ആലപ്പാട്ട്, ജോസഫ് തോമസ്, പിന്നെ ആരാ? അതാണ് എൻ്റെ ഫുൾ അഡ്രസ്. അപ്പോ ഇത്ര എന്നോട് ആ ചോദിച്ച ആളെ എനിക്ക് നേരിട്ട് കാണണം. എനിക്ക് 2 ഹോസ്പിറ്റൽ സ്വർണ്ണം വേണമെന്നൊന്നും ഇല്ല. വെറും എന്താ പറഞ്ഞേ, റോസ് ഗോൾഡ് വാങ്ങിച്ചു തന്നാലും മതി. ഇത് ഈ മൂക്കുത്തി ഈ നോസ്പിന് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഇത് എന്റെ മൂക്ക് കുത്തുന്നതിന് മുമ്പ് വാങ്ങിച്ചു തന്നാ കേട്ടോ. എന്റെ മൂക്ക് കുത്താനൊന്നും എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇതൊരു ഡയമണ്ടിന്റെ നോസ്പിന്നാ. ജസ്റ്റ് ഇത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ 1 വർഷം കാത്തിരുന്നു. എന്നോട് എപ്പോഴും മൂക്ക് കുത്തി കഴിഞ്ഞാൽ നിനക്കിവിടെ നോസ്പിന്നിന്റെ പ്രവാഹമാ, നിനക്ക് ഇഷ്ടം പോലെ വെറൈറ്റി നോസ്പിന്നാന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വായിന്ന് വല്ലതും കേക്കും. നീ ഞാൻ കുത്താൻ ഇങ്ങോട്ട് വാ. അപ്പൊ ചോദിച്ചാക്ക് തിരുപ്പതിയായ അപ്പൊ ഈ ഒരൊറ്റ നോസ്പിന്നെ എനിക്കുള്ളൂ. ഇനി മേല ചോദിച്ചേക്കരുത്. എനിക്ക് എന്തായാലും നോസ്പിൻ കളക്ഷൻ ഉണ്ട്. എന്റെ നോസ്പിൻ കളക്ഷൻ ഒന്ന് കാണിക്കാവോന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത്രയും ഗതികെട്ട മൂക്ക് കുത്തിയ ഒരാള് ലോകത്ത് വേറെ കാണുമോ? നിങ്ങൾ പറ. ഇനി ഈ വീഡിയോ കാണുമ്പോൾ ഇതിന്റെ ഇൻട്രോ മാത്രം കണ്ടിട്ട് കുറെ ആൾക്കാർ കമന്റ് അടിക്കും, എന്നെ അഹങ്കാരം ആ പെണ്ണിന്, ഇത്രയും സ്വർണം കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ഇത്രയും മൂക്കൂത്തി ഉണ്ടെന്ന് കാണിക്കാനാണല്ലോ എന്നൊക്കെ. ഇതൊക്കെ വെറും കാലിയാണ് സുഹൃത്തുക്കളെ. ഇതിനകത്തൊന്നും ഒന്നുമില്ല, വെറും കാലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പിന്നെ എന്തിനു വാങ്ങിച്ചാന്ന്. പക്ഷെ ഞാൻ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി പറഞ്ഞൊന്നുമല്ല കേട്ടോ. എന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു കൊടുത്തില്ല. ആകെ എനിക്ക് 2 മൂക്കുത്തി ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൂക്കുത്തിയും ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൂക്കുത്തിയും. ഇതിട്ട് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതല്ലാതെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? എനിക്ക് പക്ഷെ വല്ലാതെ ചുമ്മാ എന്താ പറയുന്നേ, നമ്മുടെ എന്നാ റോസ് ഗോൾഡ് അല്ല, അതിനെന്നെ പറഞ്ഞേ മുക്ക് വണ്ടം, അതിനെന്താ പറഞ്ഞേ അങ്ങനത്തെ ടൈപ്പ് ഇല്ലേ, ചുമ്മാ ഫാൻസി ടൈപ്പ്. അതെനിക്ക് ഇടത്തില്ല. ബിക്കോസ് എനിക്ക് ഭയങ്കര അലർജിയാണ് അങ്ങനത്തെ മെറ്റല്, ആ ടൈപ്പ് മെറ്റീരിയൽസ് ഫുൾ അലർജിയാണ്. ഒള്ളി ഗോൾഡ്, ഈവൻ സിൽവർ ആ ടൈപ്പ് ഒന്നും എനിക്ക് പറ്റിയല്ല. കാരണം കോവിഡിന്റെ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഇവിടെ UAE-ലുള്ളവർക്കറിയാം, നമുക്ക് റിസ് വാച്ച് തരുമായിരുന്നു, റിസ് ബാൻഡ്. അതിന്റെ മെറ്റൽ അലർജി ആയിട്ട് അത് ഊരി അപ്പം ഇവിടുത്തെ ഡിയോച്ചിന് മെസ്സേജ് പോകും. എന്നിട്ട് പിന്നെ ഞാൻ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് അത് പോയി ഊരി വേറെ എന്താ പറയുന്നത്, വേറെ ടൈപ്പ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ സിലിക്കോൺ സ്ട്രാപ്പിന്റെ ട്രാക്കർ വാങ്ങിച്ച് കെട്ടി കൂട്ടിയാണ് എനിക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാർ സിലിക്കോൺ ട്രാപ്പ് വരെ ഉണ്ടാക്കി. അത്ര അലർജി ആയിരുന്നു. അതുകൊണ്ട് വേറെ എനിക്ക് നോസ്പിൻ ഇടാനും പറ്റത്തില്ല. ഇനി ജസ്റ്റ് എനിക്ക് എന്ന് നോസ്പിൻ വാങ്ങിച്ച് തരുന്നോ, കേൾക്കുന്നുണ്ടോ? എത്ര ബസ് ഉണ്ടെന്നോ, വലിയ IT കുണാണ്ടറാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യക്ക് 2 മൂക്കുത്തിയേ ഉള്ളൂ. പട്ടപ്പൂജ ആയില്ലേ? ഇടാൻ പറ്റത്തുള്ളൂ. എന്നത് ജസ്റ്റിക്ക് 2 കാലല്ലേ ഉള്ളൂ, ഇഷ്ടംപോലെ ചെരുപ്പില്ലേ? ഒറ്റ ശരീരമല്ലേ ഉള്ളൂ, ഇഷ്ടംപോലെ ഉടുപ്പില്ലേ? അല്ലേ? പിന്നെ ബാക്കിയൊന്നും ഞാൻ ചോദിക്കും. ബാക്കി എന്നെ കൊണ്ട് അതേ പറയിപ്പിക്കണം. അപ്പൊ എന്താ പറയുന്നത്, കണ്ടനില്ലാതെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഒരു സബ്ജക്ട് കിട്ടിയാൽ പിന്നെ ആശയദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ ഒരു 10-15 മിനിറ്റത്തെ ഒരു വീഡിയോ ആക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ നോസ്പിൻ കളക്ഷൻ. പക്ഷെ ഞാൻ തംബ്നെയിൽ ഇടുമ്പോ
ഇങ്ങനൊക്കെ വീഡിയോ ഇടും. അതൊക്കെ കണ്ട് നിങ്ങൾ കയറി വന്നാണെങ്കിൽ ഐ ആം ദ സോറി അളിയ, ഐ ആം ദ സോറി. പക്ഷെ എനിക്ക് ഗോൾഡിനോടൊന്നും വലിയ ആക്രാന്തം തോന്നില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചറിയാം, എന്റെ കയ്യെ പോലും ഒരു ഗോൾഡ് ഇല്ല, ആകെ ഒരു വെഡിങ് റിങ്ങേ ഉള്ളൂ. പിന്നെ കഴുത്തൽ താലി പോലുമില്ല. ഓക്കണ്ട ഉണ്ണി, ഇത് ഒരു സിമ്പിൾ ചെയിൻ, ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ആ കഥയൊക്കെ ഞാൻ വേറെ പറയാം, എന്തുകൊണ്ടാണ് എനിക്ക് ഗോൾഡിനോട് ക്രൈസ് ഇല്ലാത്തതെന്നൊക്കെ. എനിക്ക് ഇഷ്ടംപോലെ ഗോൾഡ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞു വന്നാൽ നമ്മളിവിടെ തെറ്റും, ഒരു കുടുംബം ഡിവൈഡ് ആയി പോട്ട് പുല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ്. ഇനിയും നിങ്ങൾ ചോദിക്കണം കേട്ടോ, ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പക്ഷെ ലിപ്സ്റ്റിക് കളക്ഷനും മേക്കപ്പ് കളക്ഷനും ഒക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, എൻ്റെ കൂടെ കുടിക്കൂ. എൻ്റെ അടുത്ത് വെളിവില്ലാത്ത കുറച്ച് പേരുടെ കൂടിയെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അപ്പം ശരി, എന്നാ പോയേച്ചും വരാം.